പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഇതൊരു ഡിഫൻസ് മെക്കാനിസം എന്നതിന് ഉപരി ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. അതായത് ഡിഫൻസ് മെക്കാനിസത്തിന് പ്രതിരോധ തന്ത്രം എന്നാണ് പറയുക. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിന് സമായോജന തന്ത്രം എന്നാണ് പറയുക. എന്താണ് പറയുക? ഡിഫൻസ് മെക്കാനിസത്തിന് പ്രതിരോധ തന്ത്രം എന്നും അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിന് സമായോജന തന്ത്രം എന്നും പറയുന്നു. ഇതിൽ നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കെതിരെ ഒരു എതിരാളിയും ഇല്ല. എതിരാളിയൊക്കെ വരുമ്പോഴാണ് ഡിഫൻസ് മെക്കാനിസം ആവുക. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ പൊരുത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അതല്ലെങ്കിൽ സംഘടനകൾ അതിലൊക്കെ വിശ്വസിച്ചിട്ട് അവരുടെ വിജയം നമ്മുടെ വിജയമായിട്ട് കണക്കാക്കുക. അപ്പോൾ വിജയൊരു പടം ഭയങ്കരമായിട്ട് ഹിറ്റായി, അതിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അത് ഐഡൻറ്റിഫിക്കേഷൻ ഉദാഹരണമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു, ആ പാർട്ടിക്ക് കൊടി പിടിച്ച് വണ്ടി ഓടിച്ച് പോകുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? അതെന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഒരു സംഘടനയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ നമ്മൾ താല്പര്യം കാണിച്ചുകൊണ്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നു. അത് ഒരിക്കലും നെഗറ്റീവായിട്ടൊരു ഇഫക്റ്റ് കൊണ്ടുവരുന്നില്ല കേട്ടോ. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഈ ചിത്രത്തിൽ അമീർ ഖാനെ പറ്റിയിട്ടല്ലേ ആ കുട്ടി ആലോചിക്കുന്നത്. അപ്പോൾ അമീർ ഖാൻ്റെ ഫാനാണ് ആ കൊച്ച്. അപ്പോൾ അമീർ ഖാൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആ കുട്ടി കോപ്പി ചെയ്യും. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ മലയാളത്തിൽ പറയുക താതാത്മീകരണം എന്നാണ് പറയുക.